അഹങ്കാരമില്ല, ഇതാണെന്നൊക്കെ പറഞ്ഞു. KPCC പ്രസിഡന്റിന്റെ കാര്യം ഇവിടെ പറഞ്ഞു. നിങ്ങളുടെ ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന അഭിവന്ദ്യനായ ഒരു ബിഷപ്പിനെയല്ലേ നിങ്ങളുടെ മുഖ്യമന്ത്രി വിവരദോഷി എന്ന് വിളിച്ചത്? ഈ കഴിഞ്ഞ ദിവസം വിവരദോഷി വിളിച്ചത്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ അസംബ്ലിയിലെ സ്പീക്കറെ ആലോചിക്കണം. അങ്ങ് ആലോചിച്ചിട്ട് മതി. ഞാൻ ഇനി പറയാൻ പോണ വാക്കുകളൊക്കെ ഞാൻ പറയുന്നില്ല. എന്താണെന്നറിയോ? അത് അൺപാർലമെന്ററിയാണ്. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി പല കാലത്തായിട്ട് ഉപയോഗിച്ച 3-4 വാക്കുകളുണ്ട്. ഞാനത് കോട്ടിയില്ല. കാരണം ഞാൻ സംസാരിക്കുന്ന ഒരു വാക്കുപോലും ഈ നിയമസഭാ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ പോലും ഞാൻ കോട്ട് ചെയ്യുന്നില്ല. എന്നിട്ട് ആ വിവരദോഷി എന്ന് ആ പിതാവിനെ, അഭിവന്ദ്യനായ പിതാവിനെ വിളിച്ചപ്പോ ആ പാവം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അല്ലാതെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ നിങ്ങൾ ആരെയും കണ്ടില്ലല്ലോ. ആ റിയാസ് പാവം, ആ റിയാസ് വന്ന് പറഞ്ഞു അത് ശരിയാണ്, ആ വിവരദോഷി എന്ന് വിളിച്ചതിൽ തെറ്റില്ല. ആ പാവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു മന്ത്രി സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിയെ. ഈ ബാലഗോപാൽ ധനകാര്യമന്ത്രി ഒന്നും കണ്ടില്ല. ഒറ്റ മന്ത്രി, ഒറ്റ MLA വിവരദോഷി എന്ന് വിളിച്ചത് ശരിയാണെന്ന് പറഞ്ഞില്ല. റിയാസെങ്കിലും ഉണ്ടായിരുന്നു. ഭാഗ്യം. വാക്കുകൾ നമ്മൾ ബഹുമാനത്തോടുകൂടിയും സൂക്ഷിച്ചുമൊക്കെ പറയുന്നതാണ് എല്ലാവർക്കും നല്ലത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം.